NTPC എക്സാമിനെ കുറിച്ചുള്ള കൺഫ്യൂഷൻസ് എല്ലാം മാറി. സിലബസ് ആവട്ടെ, കട്ട് ഓഫ് ആവട്ടെ, വേക്കൻസി ആവട്ടെ, എന്ത് വേണമെങ്കിലും ആവട്ടെ, അതിന്റെ കൺഫ്യൂഷൻസ് ഒക്കെ മാറി. അപ്പോൾ ഇതുവരെ നിങ്ങൾ അപേക്ഷിച്ചില്ലേ? ഗ്രാജുവേറ്റ് എക്സാമിന് RRB NTPC ഗ്രാജുവേറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 20-ാം തീയതിയാണ്. അതേ 3 ദിവസം കൂടെ ഉള്ളൂ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഇതുവരെയും അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ വേഗം 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 അപ്ലൈ ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഇത്രയൊക്കെ അറിഞ്ഞു എന്നാലും ഒരു പേടി, ഞാൻ ഏത് സോണിലാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഞാൻ ഏത് സോൺ നോക്കി എൻ്റെ വേക്കൻസി ഒക്കെ നോക്കി എവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും മനസ്സിലില്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. സോ എവ്രിവൺ, വെൽക്കം ടു സൂപ്പർ നോട്ട്സ് SSC RRB. അപ്പോൾ നമുക്കറിയാം RRB NTPCയുടെ ഗ്രാജുവേറ്റ് ലെവൽ ആവട്ടെ, അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ ആവട്ടെ, അവരുടെ ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ലെവലിൽ 5810 5810 വേക്കൻസിയാണ് ഉള്ളതെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റിൽ നമ്മൾ നോക്കുമ്പോൾ 3058 വേക്കൻസിയാണ് ഉള്ളത്. അങ്ങനെ ടോട്ടൽ 8868 വേക്കൻസി ഈ ഒരു എക്സാമിന് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ പോസ്റ്റുകൾ, നമ്മുടെ ഗ്രാജുവേറ്റ് എക്സാമിനുള്ള പോസ്റ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, പോസ്റ്റ് വൈസ് വേക്കൻസി നമ്മൾ നോക്കുകയാണെങ്കിൽ, ഗുഡ്സ് ട്രെയിൻ മാനേജർ അവിടെയാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത്. 3416 വേക്കൻസിയുമായിട്ട് ഗുഡ്സ് ട്രെയിൻ മാനേജർ എന്ന് പറയുന്ന പോസ്റ്റ് ഏറ്റവും മുന്നിൽ നിൽക്കുകയാണ്. ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള പോസ്റ്റ് ആണ്. അടുത്തത് ജൂനിയർ അക്കൗണ്ടന്റ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് നോക്കുകയാണെങ്കിൽ 921 വേക്കൻസി. സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് 638 വേക്കൻസി. അതിനുശേഷം സ്റ്റേഷൻ മാസ്റ്റർ ആണെങ്കിലോ 615 വേക്കൻസി. അങ്ങനെ അങ്ങനെ പോവാണ് അല്ലേ? അതിനുശേഷം ചീഫ് കമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ 161 വേക്കൻസിയും ട്രാഫിക് അസിസ്റ്റന്റിന് 59 വേക്കൻസിയുമാണ്. അങ്ങനെ മൊത്തത്തിൽ ടോട്ടലി 5810 വേക്കൻസിയുമായിട്ടാണ് നമ്മുടെ ഗ്രാജുവേറ്റ് എക്സാം വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ, പോസ്റ്റ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലായി ഗുഡ്സ് ട്രെയിൻ മാനേജറിനാണ് 3416 വേക്കൻസിയുമായിട്ട് ഏറ്റവും കൂടുതൽ വേക്കൻസിയുമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു പോസ്റ്റിലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഏത് സോണിൽ അപ്ലൈ ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും ഇനി. അപ്പോൾ ഈ ഒരു ഗ്രാജുവേറ്റ് എക്സാമിന്റെ സോണുകൾ നമ്മൾ നോക്കുമ്പോൾ അഹമ്മദാബാദിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അതിനകത്ത് അൺറിസർവ്ഡിലാണെങ്കിൽ 43 വേക്കൻസി, SC STയിലാണെങ്കിൽ 12, 3, OBCയിലാണെങ്കിൽ 15, EWS 6. അങ്ങനെയാണ് വേക്കൻസി കിടക്കുന്നത്. ടോട്ടൽ വേക്കൻസി വരുമ്പോൾ 79 വേക്കൻസിയാണ്. അതിനുശേഷം അജ്മീറിലാണെങ്കിൽ അങ്ങനെയല്ല, 349 വേക്കൻസി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അൺറിസർവ്ഡിൽ 121 വേക്കൻസിയുമായിട്ട് അജ്മീർ നിൽക്കുകയാണ്. SC ST 64, 12 കിടക്കുകയാണ് അല്ലേ? അതിനുശേഷം OBCക്കാണെങ്കിൽ 111 വേക്കൻസി ഉണ്ട്. EWS ആണെങ്കിൽ 13 വേക്കൻസി. അങ്ങനെ അങ്ങനെ കിടക്കുകയാണ്. അതിനുശേഷം ബാംഗ്ലൂർ 241. ഒരുപാട് പേരും നമ്മുടെ ഇവിടെ നിന്ന് ഒരുപാട് പേരും അപ്ലൈ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ബാംഗ്ലൂർ എന്ന് പറയുന്ന സോൺ. അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രയാണ്? 241 വേക്കൻസി മാത്രമേ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. അതിനുശേഷം ഭോപ്പാലിലാണെങ്കിൽ 382 വേക്കൻസി വരുന്നുണ്ട്. 382 വേക്കൻസി. ഭുവനേശ്വർ ആണെങ്കിൽ 231 വേക്കൻസിയാണ്. അടുത്ത ആളാണ് മെയിൻ. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഗ്രാജുവേറ്റ് എക്സാമിന് ഏറ്റവും കൂടുതൽ വേക്കൻസി എവിടെയാണെന്ന് ചോദിച്ചാൽ ബിലാസ്പൂരിലാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ളതും. എന്താണ്? ബിലാസ്പൂർ എന്ന് പറയുന്ന അത്രയും 864 വേക്കൻസിയാണ് ഇവിടെ നമുക്കുള്ളത്. ഛത്തീസ്ഗഡ് ആണെങ്കിൽ 199 വേക്കൻസീസ് വരുന്നുണ്ട്. ചെന്നൈ, ബാംഗ്ലൂർ പോലെ തന്നെ ചെന്നൈയും ഇവിടെയുള്ളവർ കൂടുതൽ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. സോണ് ചെന്നൈയും ബാംഗ്ലൂരും കൊടുക്കുന്നവരുണ്ട്. ഇവിടെ 187 ചെന്നൈയുടെ വേക്കൻസി വരിക. അതേപോലെ ഗോരഖ്പൂർ ആണെങ്കിൽ 111 വേക്കൻസി. അങ്ങനെ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ എവിടെയാണ്? ബിലാസ്പൂർ ആണ്. അതിനുശേഷം കൊൽക്കത്ത, മാൾഡ, മുംബൈ 685 കൊൽക്കത്ത വരുമ്പോൾ. മാൾഡ ആണെങ്കിൽ 522 മാൾഡയിൽ വരുന്നത്. മുംബൈയിലാണെങ്കിൽ 596 വേക്കൻസീസ് ഈ 3 സോണിലും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു മെയിൻലി നമ്മൾ എവിടേക്കാണ്? ബാംഗ്ലൂർ കൊടുക്കാറുണ്ട്, ചെന്നൈയും കൊടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് സ്വന്തം നാട്ടിൽ നിൽക്കണം, ഓക്കെ, പച്ചപ്പൂ ഹരിതാപയൊക്കെ കണ്ട് വീട്ടിലെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ നിൽക്കണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് തിരുവനന്തപുരം ചൂസ് ചെയ്യാം. തിരുവനന്തപുരത്തിൽ പക്ഷേ ഇത്രയും വേക്കൻസി ഇല്ല. വെറും 58 വേക്കൻസി മാത്രമേ ട്രിവാൻഡ്രത്ത് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഹോം സിക്ക് ആണെങ്കിൽ, നിങ്ങൾക്ക് ഈ നാട് വിട്ട് പോകാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ട്രിവാൻഡ്രം ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓരോ സോണ് നോക്കുന്ന സമയത്തും
നമ്മുടെ കംഫർട്ടബിലിറ്റി കൂടെയാണ് നമ്മൾ നോക്കുന്നത് അല്ലെ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എവിടെ പോയി നിൽക്കണം എന്നുള്ള കംഫർട്ടബിലിറ്റി കൂടെ നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഹോം സിക്ക് ആണെങ്കിൽ യു ക്യാൻ ചൂസ് ട്രിവാൻഡ്രം. പക്ഷെ അവിടെ എത്രയേ വരുന്നുള്ളൂ? 58 വേക്കൻസീസ് മാത്രമേ വരുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബിലാസ്പൂർ ആയിരുന്നു. ആൻഡ് പിന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് കൊൽക്കത്ത, മാൾഡ, മുംബൈ എന്ന് പറയുന്ന ഈ സ്ഥലം, അതിനുശേഷം ബാംഗ്ലൂർ, ചെന്നൈ ആൻഡ് ട്രിവാൻഡ്രം. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള ഒരാളാണ് സെക്കന്ദ്രാബാദ് എന്ന് പറയുന്നതും ആൻഡ് റാഞ്ചി എന്ന് പറയുന്ന സ്ഥലവും. റാഞ്ചിയിലാണെങ്കിൽ 651 വേക്കൻസിയും സെക്കന്ദ്രാബാദിൽ 396 വേക്കൻസിയും നമുക്ക് കാണാം. അങ്ങനെ ടോട്ടൽ 5810 വേക്കൻസിയുമായിട്ടാണ് ഗ്രാജുവേറ്റ് എക്സാംസിന്റെ സോൺ കിടക്കുക. അപ്പൊ ഇത്രയും പേര് ആരൊക്കെയാണെന്ന് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മുടെ ബിലാസ്പൂർ ഉണ്ട്, കൊൽക്കത്ത, മാൾഡ, മുംബൈ, ഓക്കെ, അതിനുശേഷം റാഞ്ചി, സെക്കന്ദ്രാബാദ് വരുന്നുണ്ട്. അപ്പൊ ഈ സോണുകളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ജോലിയിൽ അല്ലെങ്കിൽ നല്ലൊരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് കയറാം. മാത്രമല്ല, നിങ്ങൾ ഹോം സിക്ക് ആണ്, എനിക്കിവിടെ നിൽക്കണം എന്നുള്ളതാണെങ്കിൽ ഏറ്റവും അടുത്ത ബാംഗ്ലൂർ, ചെന്നൈ ഒക്കെ ഓപ്റ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രം തന്നെ നമുക്ക് നോക്കാം. ട്രിവാൻഡ്രത്തെ ഒന്നും കൂടെ ശ്രദ്ധിക്കുക, 58 വേക്കൻസീസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതേപോലെ അണ്ടർ ഗ്രാജുവേറ്റിലോട്ട് വരികയാണെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റിലെ പോസ്റ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിൽ 163 വേക്കൻസിയാണുള്ളത്. അതിനുശേഷം അക്കൗണ്ടൻസ് കം ടൈപ്പിസ്റ്റിലാണെങ്കിൽ 394 വേക്കൻസിയും, ട്രെയിൻ ക്ലർക്കില് 77 വേക്കൻസിയും, കമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് അവിടെയാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി കിടക്കുക, 2424 വേക്കൻസി. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റിലെ പോസ്റ്റ് വൈസ് വേക്കൻസികൾ കിടക്കുക. അങ്ങനെ 3058 വേക്കൻസി ടോട്ടൽ ഉണ്ട്. അപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം എഴുതാനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ആ ഒരു എക്സാമിന്റെ പോസ്റ്റ് വൈസ് വേക്കൻസീസ് ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇട്ടേക്കുന്നത്. ഇനി സോൺ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വീണ്ടും അഹമ്മദാബാദിൽ നമുക്ക് തുടങ്ങാം. നമ്മുടെ അവിടെ കണ്ടതുപോലെയല്ല, 153 വേക്കൻസിയാണ് അഹമ്മദാബാദിലുള്ളത്. അൺറിസർവ്ഡില് 58, SC/ST 23, 13, OBC ആണെങ്കിൽ 43, EWS ആണെങ്കിൽ 16. അങ്ങനെയാണ് നമ്മുടെ എങ്ങനെ വരിക? വേക്കൻസീസ് വരിക. അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ അജ്മീറിൽ 116 വേക്കൻസി ഉണ്ട്. പിന്നെ ഭോപ്പാലിൽ 123 വേക്കൻസി, ഗോരഖ്പൂരിലാണെങ്കിൽ 173, ഗുവാഹട്ടിയിലാണെങ്കിൽ 135. അതിനുശേഷം നമ്മുടെ ജമ്മു അവിടെ 137 വേക്കൻസി. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അണ്ടർ ഗ്രാജുവേറ്റിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി കിടക്കുന്നത് നമ്മുടെ കൊൽക്കത്തയിലാണ്. 499 വേക്കൻസിയുമായിട്ടാണ് കൊൽക്കത്ത നിൽക്കുന്നത്. അതിനുശേഷം നമ്മുടെ മാൾഡ ആണെങ്കിൽ 196 വേക്കൻസി വരുന്നുണ്ട്. മുംബൈയിലും അതുപോലെ തന്നെ 494 വേക്കൻസിയാണ്. അപ്പൊ അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ വേക്കൻസി ഇവിടെ തന്നെ നമുക്ക് മനസ്സിലായി, കൊൽക്കത്തയും മുംബൈയുമാണ്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രയാഗ്രാജിൽ 303 വേക്കൻസി വരുന്നുണ്ട്. മാത്രമല്ല സെക്കന്ദ്രാബാദും വീണ്ടും 272 വേക്കൻസി ആയിട്ട് മുന്നിൽ നിൽക്കുന്നുണ്ട്. വീണ്ടും ഞാൻ പറയാം, ഞാൻ ഹോം സിക്ക് ആണ്. ട്രിവാൻഡ്രത്തില് അണ്ടർ ഗ്രാജുവേറ്റിന് 86 വേക്കൻസിയാണുള്ളത്. അപ്പൊ ഞാൻ ഇവിടെ ഏത് സോൺ സെലക്ട് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി, കൊൽക്കത്ത, മുംബൈ, സെക്കന്ദ്രാബാദ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതുപോലെ പ്രയാഗ്രാജ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വേക്കൻസി കൂടുതലാണ്, നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മാത്രമല്ല ഓരോ പോസ്റ്റുകളുടെ വേക്കൻസിയും ഞാൻ എടുത്തു പറഞ്ഞു. ഇവിടെ ഏറ്റവും കൂടുതൽ കമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിന്റെ വേക്കൻസിയാണ് ഏറ്റവും കൂടുതൽ, 2424 വേക്കൻസിയാണ് അവിടെ വരുന്നത് അല്ലെ. അപ്പൊ ഇത്രയുമാണ് സോൺ വൈസ്. ഇവിടെ ഈ സോൺ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സാധിക്കും? നിങ്ങൾക്ക് ആ ഒരു വേക്കൻസി അനുസരിച്ച്, ആ പോസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വരുന്ന അണ്ടർ ഗ്രാജുവേറ്റും ഗ്രാജുവേറ്റ് എക്സാമിന്റെ ഡേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് ഞാൻ പറഞ്ഞു, ഗ്രാജുവേറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ ഇനി 3 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതായത് 20 നവംബർ 2025 നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ 27 നവംബർ 2025 ആണ് നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റിന്റെ എന്ത് വരുന്നത്, ലാസ്റ്റ് ഡേറ്റ്, അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പൊ അണ്ടർ ഗ്രാജുവേറ്റ് ചെയ്യുന്നവരാണെങ്കിലും ഇതുപോലെ സോൺ വൈസ് നിങ്ങളൊന്ന് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ വരുന്ന ഡൗട്ട് ഏജ് ലിമിറ്റിന്റെ ആണ്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ OBC ആണ്, SC/ST ആണ്, ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് ഏതാണ് ഞാൻ അപ്ലൈ ചെയ്യേണ്ടത്, പറ്റുമോ, റിലാക്സേഷൻ ഉണ്ടോ എന്നുള്ള സംശയം ഈ ഒരു എക്സാമിന്റെ മുന്നിൽ നിങ്ങൾക്ക് തോന്നാറുണ്ട്. അപ്പോൾ നിങ്ങൾ RRB, NDPC ഗ്രാജുവേറ്റഡ് അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ സൂപ്പർ നോട്ട്സ് ഞങ്ങൾ യാത്രി ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
ഈ ഒരു ബാച്ചിൽ മലയാളത്തിലും ഇംഗ്ലീഷിലുമായിരിക്കും ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാനായി ഇപ്പോൾ തന്നെ വിളിക്കാം 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക്. മാത്രമല്ല RRB റിലേറ്റഡ് ഏതൊരു എക്സാം ആവട്ടെ, ഏതൊരു കാര്യത്തിന്റെയും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് ഈ വീഡിയോയുടെ താഴെ തന്നെ ഒരു ഗൂഗിൾ ഫോം പിൻ ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് ഫിൽ ചെയ്താൽ മാത്രം മതി, ഞങ്ങൾ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. മാത്രമല്ല അത് 3 ദിവസം കൂടെ സമയമുള്ളൂ. വേഗം വേഗം പോയി അപ്ലൈ ചെയ്യുക. കറക്റ്റ് ആയിട്ട് വൈസ് ആയിട്ട് ഏത് സോണിൽ അപ്ലൈ ചെയ്താൽ എനിക്ക് ജോലി കിട്ടുമെന്ന് നോക്കി മനസ്സിലാക്കി വേണം അപ്ലൈ ചെയ്യാൻ. സോ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു സോ മച്ച്.